ധീരജ് വധക്കേസ് പ്രതികളെ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനത്തിനെതിരെ കടുത്ത പ്രതിഷേധം. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ജോയി തോമസ് നടത്തിയത് കൊലവിളി പ്രസംഗമെന്ന് CPM ഏരിയ കമ്മിറ്റി. അക്രമം തുടർന്നാൽ ശക്തമായി ചെറുക്കുമെന്ന മുന്നറിയിപ്പ്. ജോയി തോമസ് കോടികളുടെ അഴിമതിയാണ് കൺസ്യൂമർ ഫെഡ് വഴി നടത്തിയതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ജോയി തോമസ് നടത്തിയ പ്രസംഗത്തിനെതിരെ കടുത്ത വിമർശനവുമായി CPIM. ചെറുതോണിയിൽ നടന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ജോയി തോമസ് നടത്തിയത് പരസ്യമായ കൊലവിളി പ്രസംഗമാണെന്ന് CPM ഇടുക്കി ഏരിയ കമ്മിറ്റി ആരോപിച്ചു. കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ പ്രതികളെ സംരക്ഷിക്കുമെന്നും അധികാരത്തിൽ വന്നാൽ കേസ് പുനർപരിശോധിച്ച് അട്ടിമറിക്കും എന്നുള്ള പ്രസ്താവന ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് ചെറുതോണിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു. ഹീനമായ ഒരു പരാമർശമാണ് ഈ കാര്യത്തിൽ ഈ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. പോലീസ് അന്വേഷിച്ചിട്ട് ആ കേസിലെ പ്രതികളായിട്ടുള്ളവർക്കെതിരെ കേസെടുത്ത് ആ കേസിന്റെ വിചാരണയിലേക്ക് നടക്കുന്ന ഒരു ഘട്ടമാണല്ലോ ഇപ്പോൾ. ഇങ്ങനെ ഒരു കാര്യത്തെ എന്തിനാണ് വക്രീകരിച്ച് പറയുന്നത്? യാഥാർത്ഥ്യമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത ജൽപ്പനങ്ങൾ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ഒരാളുടെ ജീവനല്ലേ നഷ്ടപ്പെട്ടത്? ആ കാര്യത്തെ അപലപിക്കാനുള്ള ഒരു മര്യാദയല്ലേ രാഷ്ട്രീയ പ്രവർത്തകർ സ്വീകരിക്കേണ്ടത്? UDF ഭരണകാലത്ത് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ ആയിരുന്നപ്പോൾ കോടികളുടെ അഴിമതി നടത്തിയെന്ന കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ് ജോയി തോമസ് എന്നും സ്വന്തം അഴിമതികൾ മറയ്ക്കുവാനും അധികാരത്തിലെത്താനും ഇത്തരം ഹീനരാഷ്ട്രീയം സ്വീകരിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ധീരജ് വധക്കേസിലെ പ്രതിയെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിച്ച് കോൺഗ്രസ് ജനങ്ങളെ പ്രകോപിപ്പിക്കുകയാണെന്നും കാമാക്ഷി പഞ്ചായത്തിലെ വികസന സെമിനാറിൽ ഇയാളെ പങ്കെടുപ്പിച്ചത് ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ LDF പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടക്കുന്നതായും വാഴത്തോപ്പ് പഞ്ചായത്തിൽ CCTV ഓഫ് ചെയ്ത ശേഷം LDF നേതാക്കളെ ആക്രമിച്ചത് ഇതിന് ഉദാഹരണമാണെന്നും നേതാക്കൾ പറഞ്ഞു. ചെറുതോണിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ, ഏരിയ സെക്രട്ടറി PB സബീഷ് എന്നിവർ പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.